ബിഗ് ബോസ് ഫേസ് ആൻഡ് ഫിക്സിലെ നമ്മുടെ ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള നാടകങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പലപ്പോഴും നമുക്ക് വേണ്ടിയാണ്, ക്യാമറയ്ക്ക് വേണ്ടിയാണ്, ബിഗ് ബോസിന് വേണ്ടിയാണ് ഇങ്ങനെ നാടകം കളിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇന്നലെ തന്നെ ഗബ്രി ആഹാരം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്ന ഗബ്രിയെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ജാസ്മിൻ പുറകെ നടന്ന്, എന്താടാ ഗബ്രി, നീ എന്തിനാ ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്ന് കയ്യിലുമൊക്കെ തൊട്ട് തലോടിയൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എടാ ഗബ്രി, നീ എന്തിനെന്നോട് ഇങ്ങനെ പെരുമാറുന്നു? എനിക്ക് എന്ത് വിഷമമാണെന്നറിയാമോടാ. നീ ഇങ്ങനെ പെരുമാറുമ്പോൾ എൻ്റെ ചങ്ക തകർന്നു പോകുന്നു. നീ ഇങ്ങനെ പെരുമാറല്ലേടാ എന്ന് പറഞ്ഞ് കരയുന്ന, പക്ഷെ ഡയലോഗുകൾക്ക് യാതൊരു മാറ്റമില്ല. എപ്പോഴും ഇത് തന്നെ, ഈ ഡയലോഗ് തന്നെ. ഗബ്രി പിണങ്ങുന്നു, അതിൻ്റെ പുറകെ ജാസ്മിൻ നടക്കുന്നു, അല്ലെങ്കിൽ ജാസ്മിൻ പിണങ്ങുന്നു, ഗബ്രി അതിൻ്റെ പുറകെ നടക്കുന്നു. ഇത് തന്നെയാണ് ഇവർ കണ്ടൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യ ദിനം തൊട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിനിടയിൽ ജാസ്മിന് കരയുന്നു, ഗബ്രിയുടെ മേത്തോട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നു. ജാസ്മിൻ്റെ സ്ഥിരം പരിപാടിയാണ്, തനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ചാഞ്ഞൊരു കിടപ്പാണ്. അപ്പോൾ പാവം ഗബ്രി ഇടയ്ക്ക് ഗബ്രി ക്യാമറയിലോട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാം പിടിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാം എയറിലോട്ട് പോവുക, വൈറലാകാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്ന് ഗബ്രിയുടെ മുഖത്ത് നിന്ന് മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാം ക്യാമറ പിടിച്ചെടുക്കുന്നു എന്ന് കാണുമ്പോൾ ഗബ്രി ഒന്ന് ആശ്വസിപ്പിക്കണമെന്നുണ്ട്. പിന്നെ എണ്ണിച്ചിരുന്ന് ജാസ്മിനുമായിട്ട് സംസാരിക്കുകയാണ്. ജാസ്മിൻ ആ തോളത്തോട്ട് അങ്ങ് ചാഞ്ഞ് കിടക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ ഈ സീസണിൻ്റെ ആദ്യ ദിനം പോലെ, ആദ്യമല്ല രണ്ടാമത്തെ ദിനം തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരുടെ കണ്ടൻറ്റ്. ഇവർക്ക് വേറെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. പിന്നെ ഭാഗം രണ്ടാം ഭാഗത്ത് ജാസ്മിൻ കുറച്ച് ആഹാരമൊക്കെ ആയിട്ട് ഗബ്രി കിടക്കുന്നിടത്ത് വിഷമിച്ച് കിടക്കുന്ന ഗബ്രിയുടെ അടുത്ത് ചെല്ലുകയാണ്. എടാ ഗബ്രി, നീയൊന്നും കഴിച്ചില്ലല്ലോടാ. അപ്പോഴും ജാസ്മിനും ഗബ്രി നേരത്തെ നോക്കിയ പോലെ ക്യാമറയ്ക്കകത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. എല്ലാം പിടിച്ചിരിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ കാണിക്കുന്നതെല്ലാം പിടിക്കുന്നുണ്ടല്ലോ, അത് ഏറി പോകുന്നുണ്ടല്ലോ, എല്ലാം ഷോട്ടെല്ലാം ശരിയാണോ എന്ന് നോക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാം, ഇടയ്ക്കിടയ്ക്ക് കുളി കണ്ടിട്ട്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്, ഇവർ കാണിക്കുന്ന എല്ലാം നാടകമാണ്, ഇത് പുറത്ത് പോകണം, വൈറലാകണം, ഇതേതാനും വലിയ സംഭവമാണെന്നാണ് അവർ കരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ ജാസ്മിൻ, നീ എന്താ ആഹാരം കഴിക്കാത്ത? ഞാനുണ്ടാക്കിയ ആഹാരം അല്ലയോടാ, ഞാൻ വയ്യാതെ ഞാൻ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് ഉണ്ടാക്കിയ ആഹാരമാണ്, നീ കഴിക്കടാ മോനെ. ഗബ്രി, നീ എന്തിനാടാ എന്നോട് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഈ ആഹാരമെങ്കിലും കഴിക്കുക, എന്നോട് എന്തിനാടാ ഇങ്ങനെ പിണങ്ങുന്നത്? നീ പിണങ്ങുമ്പോൾ എൻ്റെ ചങ്കല്ലിയോടാ തകർന്നു പോകുന്നത്. ഡയലോഗുകൾക്കൊന്നും മാറ്റമില്ല. ആദ്യ രംഗത്തിൽ കണ്ട ഡയലോഗുകൾ തന്നെയാണ് രണ്ടാം രംഗത്തിലും നമ്മൾ തുടർച്ചയായിട്ട് കാണും. ചില മാറ്റങ്ങളുണ്ടാകാം. പിന്നെ ആഹാരം എടുത്ത് കുഴയ്ക്കുന്നു, കുഴച്ച് ഇങ്ങനെ ആഹാരം എടുത്ത് കുഴച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ, എടാ ഗബ്രി, നീ എന്നോട് പിണങ്ങല്ലേടാ, നീ അല്ലാതെ, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതിനിടയിൽ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും കാണണം, അത് തന്നെയാണ് അവർ ആവശ്യം, ക്യാമറ പിടിക്കണം. ഇതിനിടയിൽ ഗബ്രി വാ തുറക്കുന്നു, കുഞ്ഞുവാവയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന പോലെ പാവം ജാസ്മിൻ ഓരോ വായും ഗബ്രിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. അവിടെയാണ് ഈ നാടകത്തിൻ്റെ പരിസമാപ്തി കാണുന്നത്. അപ്പം എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവർ പിണങ്ങുക, അതിനുശേഷം ഗബ്രി എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന ജാസ്മിനെയോ അല്ലെങ്കിൽ ഗബ്രിയോ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് തന്നെയാണ് ഇവരുടെ ഗെയിം, ഇത് തന്നെയാണ് ഇവരുടെ ഗെയിം പ്ലാൻ.